ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളൂരി മീൻ ചിക്കിയത്. നല്ല ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീൻ ചിക്കിയതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വെള്ളൂരി പോലത്തെ ഏത് ചെറുവക മീനായാലും യൂസ് ചെയ്യാം. മുള്ളോടുകൂടി മുഴുവനോടുകൂടി കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും മീൻ. എനിക്ക് വെള്ളൂരിയാണ് ഏറ്റവും ഇഷ്ടം. വെള്ളൂരി ഇംഗ്ലീഷിൽ വൈറ്റ് സാർഡീൻ എന്നാണ് പറയുന്നത്. സാർഡീൻ നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാളക്ക് ഉള്ള നെയിമാണല്ലോ. അപ്പോൾ ഇത് വൈറ്റ് സാർഡീൻ എന്നാണ് ഇംഗ്ലീഷ് നെയിം കാണുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം നെയിം വേറെ വല്ലതും അറിയുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇവിടെ 350 ഗ്രാംസ് വെള്ളൂരി എടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് ഇത്. നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതൊക്കെ വെച്ച് ഒന്ന് പരത്തി വെക്കണം കുറച്ച് സമയം. അപ്പോൾ കൂടുതലും നമ്മൾ വെള്ളൂരി ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. നല്ല രസമാണ് വെള്ളൂരി ഫ്രൈ. എന്നാലും ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു റെസിപ്പിയാണ്. ഇനിയൊരു 5 or 6 കാശ്മീരി പിരിയമുളക്, ഉണക്കമുളക് നമ്മളതൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. കല്ലുമ്മലിട്ട് ചതച്ചു. ഇതിലേക്ക് 1/2 മുതൽ 3/4 കപ്പ് വരെയും ചുവന്നുള്ളി ഇതും കൂടി ചേർത്ത് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഈ റെസിപ്പിക്ക് നമുക്ക് വെള്ളൂരിൻ്റെ ഒപ്പം തന്നെ ഒന്നില്ലെങ്കിൽ പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ കപ്പ, ടാപ്പിയോക്ക നമുക്ക് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം അരിഞ്ഞെടുക്കണം ഇതുപോലെ. അപ്പോൾ പൊട്ടേറ്റോ ഒന്ന് ബോയിൽ ചെയ്യണം. അത് ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം. ഇതുപോലെ സ്റ്റിക്സ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റിയ പാകത്തിലായിരിക്കണം ബോയിൽ ചെയ്തെടുക്കുന്നത്. പൊട്ടേറ്റോ അല്ലെങ്കിൽ കപ്പ ഇത് രണ്ടും നന്നായിട്ട് ചേരുന്നതാണ്. കപ്പ ആണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇന്നെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടേറ്റോ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കല്ലുമ്മിൽ പിന്നെയും 2 ചുവന്നുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചെറിയത് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ചതച്ച് കൊടുക്കണുള്ളൂ. വല്ലാണ്ടൊന്നും ഇതാക്കണ്ട. ആ ഉള്ളി തേങ്ങയും ഒന്ന് തിരുമ്മി കിട്ടിയാൽ മതി. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് മീനിൻ്റെ അളവിനേക്കാളും ഒട്ടും കൂടരുത് തേങ്ങ എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 5 or 6 ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി നന്നായി കൊത്തി അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 or 2 ടീസ്പൂൺ നന്നായി കൊത്തി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിനേക്കാളും അളവ് കുറവായിരിക്കണം. പിന്നെ ചെറിയ എരിവുള്ള പച്ചമുളക് ഞാൻ 2 കീറി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം പച്ചമുളക്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഉണക്കമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു വലിയ നുള്ളും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ തിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പരത്തി വെച്ചിരുന്ന വെള്ളൂരി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഈ മസാലയിലിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. മീനിൻ്റെ ആ പച്ച കളർ മാറി മുഴുവൻ ഒന്ന് വെളുത്ത് വരണം. കൂടുതൽ നേരം ഇപ്പോൾ കുക്ക് ചെയ്യരുത്. നമ്മളിത് പിന്നീട് ഒന്നും കൂടി ചിക്കി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റിൽ താഴെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ചെറിയ തീയിൽ, തീരെ കൂടണ്ട. അപ്പോൾ ഇങ്ങനെ വൈറ്റായിട്ട് വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് കളറ് മാറും. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം.
ഞാൻ പറഞ്ഞ പോലെ തീ നന്നായി കുറച്ച് വെക്കണം. മീൻ മസാലയും ഒന്നും അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇത് മാറ്റി വെച്ച് നമുക്ക് ചീനിച്ചട്ടി വെക്കാം അടുപ്പത്ത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഈ പകുതി കുക്ക് ചെയ്ത് വെച്ച വെള്ളൂരി മീൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തീ നന്നായിട്ട് കൂട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കപ്പ അല്ലെങ്കിൽ പൊട്ടേറ്റോ സ്റ്റിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് എൻ്റെ പൊട്ടേറ്റോ ഇത്തിരി വലുതായി പോയി. ഇത് നിങ്ങൾ നോക്കണ്ട, നല്ല സ്റ്റിക്സ് ആയിട്ട് അരിയണം. അതാണ് ഈ റെസിപ്പിക്ക് ആവശ്യമുള്ളത്. പിന്നെ ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റാണ്, പക്ഷേ കപ്പ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ചതച്ച് ഒന്ന് തിരുമ്മി വെച്ച ചുവന്നുള്ളിയും തേങ്ങ ചിരവിയത് ഇതും കൂടി ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും തീ കുറച്ച് വെച്ച് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, കുക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ തീയിലായിരിക്കണം. ഇത് കഴിയുമ്പോൾ നമ്മുടെ വെള്ളൂരി മീൻ ചിക്കിയത് റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് കീറി മുകളിലിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല രസമായിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഫോട്ടോ അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.